ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മയോണൈസ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മയോണൈസ് ഉണ്ടാക്കാനായി നമുക്ക് പുഴുങ്ങിയ 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊണ്ടൊക്കെ നമുക്ക് എടുത്ത് കളയാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പുഴുങ്ങിയ മുട്ടയുടെ തൊണ്ടെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ വെള്ള മാത്രം മതി, മുട്ടയുടെ ആ വെള്ളം മാത്രം മതി, നമുക്ക് മഞ്ഞ ആവശ്യമില്ല. അത് നമുക്കതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ശരി, മുട്ടയുടെ മഞ്ഞയെല്ലാം നമ്മൾ മാറ്റി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഈ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയാണ് അതിട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അത് ഒഴിച്ച് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ്, നമ്മുടെ സാധാ പച്ചവെള്ളമാണ്, അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കൊന്ന് അരച്ചിട്ട് വരാം. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ കടയിലും സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയി വാങ്ങിക്കുന്നതിനേക്കാളും നമ്മളെ വീട്ടിൽ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. മയോണൈസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള ഒരുപാട് സിമ്പിൾ റെസിപ്പി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്